Gregorius Memorial Bethany Shanti Phone Special School and Vocational Training Center. വർഷം പൂർത്തിയാക്കുന്ന കാരുണ്യത്തിന്റെ കരസ്പർശനം. എൻ്റെ ഏറ്റവും എളിയ ഈ സഹോദരനിൽ ഒരുവന് നിങ്ങൾ ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത്. വിശുദ്ധ മത്തായി 25:40. ആധ്യാത്മിക പൈതൃകത സമ്പന്നവും ശാന്തസുന്ദരവുമായ ഗ്രാമീണതയിൽ വിളങ്ങി നിൽക്കുന്ന കടമാൻകുളത്തിന് അഭിമാനമായി ബൗദ്ധിക വെല്ലുവിളികൾ നേരിടുന്ന കുഞ്ഞുങ്ങൾക്കായി നീട്ടിയ കരുതലിൻ്റെയും പ്രതീക്ഷയുടെയും കരങ്ങൾ ഇന്ന് രജത ജൂബിലി നിറവിൽ സന്തോഷത്തോടെ ദീർഘവീക്ഷണത്തോടെ മാതൃകയാവുന്നു. പിന്നിട്ട വഴികളിലൂടെ 1925 മലങ്കര സഭയിൽ ദേവദാസന്മാർ ഇവാനിയോസ് പിതാവ് സ്ഥാപിച്ച ബഥനി വിശാല സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ ഉന്നമനത്തിനായി അക്ഷീണം പരിശ്രമിച്ചുകൊണ്ടിരുന്നു. പിതാവിന്റെ സാമൂഹ്യ ദർശനവും സഭയുടെ കാരുണ്യത്തിന്റെ മുഖവും പ്രതിഫലിപ്പിച്ചുകൊണ്ട് മാനസികവും ശാരീരികവും ബൗദ്ധികവുമായ വെല്ലുവിളികൾ നേരിടുന്നവർക്ക് വേണ്ടി 1996 കടമാൻകുളത്ത് 4 പതിറ്റാണ്ട് സഭയുടെ തലവനായി കാരുണ്യത്തിന്റെ മുഖമായിരുന്ന പുണ്യശ്ലോഹനായ അഭിവന്യ ബെനഡിക്ട് മാർ ഗ്രിഗോറിയോസ് പിതാവിന്റെ ജന്മനാട്ടിൽ പിതാവിന്റെ പേരിൽ ബഥനി സിസ്റ്റേഴ്സ് തിരുവല്ല പ്രോവിൻസ് മാർ ഗ്രിഗോറിയസ് മെമ്മോറിയൽ ബഥനി ശാന്തി ഭവന്റെ പണികൾ ആരംഭിച്ചു. 1999 മെയ് 25 അഭിവന്യ ഗിവർഗീസ് മാർ തിമോത്തിയോസ് പിതാവ് കൂദാശ കർമ്മം നിർവഹിക്കുകയും ആർച്ച് ബിഷപ്പ് സിറിൻ മാർ ബസേലിയോസ് പിതാവ് സ്കൂളിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയും ചെയ്തു. 14 കുട്ടികളുമായി ആരംഭിച്ച ഈ സ്പെഷ്യൽ സ്കൂളിന്റെ പ്രഥമ അധ്യാപികയായി സിസ്റ്റർ മാഗി എസൈസ് നിയോഗിക്കപ്പെട്ടു. സിസ്റ്റർ പ്രസില്ല, സിസ്റ്റർ ലില്ലി ഗ്രേസ് എന്നിവ സഹപ്രവർത്തകരായും സഹായത്തിനായി ബിൻസിയെയും നിയോഗിച്ചു. 12 കുട്ടികൾക്ക് താമസിച്ചു പഠിക്കുന്നതിനുള്ള സൗകര്യം ഒരുക്കി. ലക്ഷ്യം: ജാതി മത വർഗ വർണ്ണ വിവേചനമില്ലാതെ ശാരീരിക ബൗദ്ധിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾക്ക് പാഠ്യേതര വിഷയങ്ങളിൽ പരിശീലനം നൽകി സ്വയം പര്യാപ്തരാക്കി സമൂഹത്തിന്റെ മുഖ്യധാരയിൽ എത്തിക്കുക. സ്കൂൾ പ്രവേശനവും പരിശീലനവും 3 വയസ്സ് മുതൽ പ്രായമുള്ള കുട്ടികൾക്ക് അവരുടെ ബൗദ്ധിക നിലവാരവും പ്രായവും അനുസരിച്ച് കെയർ ഗ്രൂപ്പ്, പ്രീ പ്രൈമറി, പ്രൈമറി, സെക്കൻഡറി, പ്രീ വൊക്കേഷണൽ എന്നീ ക്ലാസുകളായി തിരിച്ച് ചിട്ടയായ പഠനവും പരിശീലനവും നൽകുന്നു. SCRT സ്പെഷ്യൽ സ്കൂളുകൾക്കായി തയ്യാറാക്കിയ സിലബസാണ് പിന്തുടരുന്നത്. 3 ടേമിലായി ക്ലാസ്സിലെ PT വിളിച്ചുകൂട്ടി കുട്ടികളുടെ മാറ്റങ്ങൾ, പഠന നിലവാരം എന്നിവയ്ക്ക് അനുസൃതമായി തുടർ പരിശീലനം നൽകുന്നു. 14 കുട്ടികളുമായി തുടങ്ങിയ സ്ഥാപനത്തിൽ 800-ലധികം കുട്ടികൾക്ക് വിവിധ തരത്തിലുള്ള ട്രെയിനിങ്ങുകൾ നൽകുവാൻ സാധിച്ചു. 150-ലധികം കുട്ടികളെ സാധാരണ സ്കൂളുകളിലേക്ക് അയക്കുവാൻ കഴിഞ്ഞു. ഇപ്പോൾ 158 കുട്ടികൾക്ക് സ്പെഷ്യൽ എഡ്യൂക്കേഷനും വൊക്കേഷണൽ ട്രെയിനിങ്ങും നൽകുന്നു. കൂടാതെ 36 കുട്ടികൾ ഹോസ്റ്റലിൽ താമസിച്ചു പഠിക്കുന്നു. അധ്യാപകർ വളരെ സ്തുത്യർഹമായ രീതിയിൽ അർപ്പണബോധത്തോടെയും ത്യാഗമനോഭാവത്തോടെയും 1999 മുതൽ 2003 വരെ സിസ്റ്റർ മാഗിയും 2004 മുതൽ സിസ്റ്റർ മേഴ്സലിറ്റിന്റെ നേതൃത്വത്തിൽ സ്പെഷ്യൽ എഡ്യൂക്കേഷനിൽ ബിരുദവും ബിരുദാനന്തര ബിരുദവുമുള്ള 34 അധ്യാപക അനധ്യാപകർ വിവിധ മേഖലകളിൽ സ്തുത്യർഹമായി പരിശീലനം നൽകുന്നു. കഴിഞ്ഞ 25 വർഷത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഈ സ്ഥാപനത്തിന്റെ പുരോഗതി ഇവിടുത്തെ സ്റ്റാഫിന്റെ ഒത്തൊരുമിച്ചുള്ള കഠിനാധ്വാനത്തിന്റെയും നല്ല മനസ്സിന്റെയും അതിലുപരി പ്രാർത്ഥനയുടെയും ഫലമാണ് എന്ന് നിസ്സംശയം പറയാം. എല്ലാ ആഴ്ചയിലും സ്കൂളിന്റെ റിസോഴ്സ് ഗ്രൂപ്പ് കൂടി കുട്ടികളുടെ വളർച്ചയെക്കുറിച്ച് വിലയിരുത്തുന്നു. കൂടാതെ ടീച്ചേഴ്സ്, തെറാപ്പിസ്റ്റ് ഒരുമിച്ചുള്ള മീറ്റിംഗ് കൂടി കുട്ടികളുടെ പഠന നിലവാരവും തെറാപ്പി സെക്ഷനെ കുറിച്ച് ചർച്ച ചെയ്യുന്നു. SCRT സ്പെഷ്യൽ സ്കൂൾ അസോസിയേഷൻ നടത്തുന്ന സെമിനാറുകളിലും ക്ലാസുകളിലും കൂടാതെ CRE പ്രോഗ്രാമിലും ഇവിടുത്തെ ടീച്ചേഴ്സ് സംബന്ധിക്കുന്നു. രക്ഷകത്വ സംഘടന മാതാപിതാക്കളുടെയും അധ്യാപകരുടെയും ഒന്നുചേർന്നുള്ള പ്രവർത്തനം ബൗദ്ധിക വെല്ലുവിളികൾ നേരിടുന്നവരുടെ പരിശീലനത്തിന് അത്യന്താപേക്ഷിതമാണ്. വർഷത്തിൽ 3 പ്രാവശ്യം ജനറൽ ബോഡി മീറ്റിംഗ് നടത്തുന്നു. പേരൻസിന് അവയർനെസ് ക്ലാസുകൾ, കൗൺസിലിംഗ് എന്നിവ കൊടുക്കുന്നു. അത്യാവശ്യ സന്ദർഭങ്ങളിൽ PT എക്സിക്യൂട്ടീവ് മീറ്റിംഗ് നടത്തുന്നു. സ്കൂളിന്റെ പ്രവർത്തനങ്ങളിൽ ആത്മാർത്ഥമായി സഹകരിക്കുന്ന രക്ഷകർത്തൃ സംഘടനയാണ് ഈ സ്കൂളിനുള്ളത്. തെറാപ്പിയും മെഡിക്കൽ പരിശോധനയും ശാരീരിക വൈകല്യമുള്ളവർക്ക് ഫിസിയോതെറാപ്പിയും ജീവിത സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടുന്നതിനും നിലവിലുള്ള കഴിവുകളെ പോഷിപ്പിക്കുന്നതിനുമായി ഒക്കുപേഷണൽ തെറാപ്പിയും സംസാരിക്കുന്നതിന് പ്രശ്നം അനുഭവിക്കുന്നവർക്കായി സ്പീച്ച് തെറാപ്പിയും ഓട്ടിസം, ഹൈപ്പർ ആക്റ്റീവ് കുട്ടികൾക്കായി സെൻസർ റൂമിന്റെ സഹായത്തോടെ തെറാപ്പിയും ബിഹേവിയർ തെറാപ്പിയും നൽകുന്നു.
പുഷ്പഗിരി മെഡിക്കൽ കോളേജിൽ നിന്ന് സിസ്റ്റർ ലിസ വന്ന് മെഡിക്കൽ ചെക്കപ്പ് നടത്തുന്നു. സിസ്റ്റർ ട്രീസായുടെയും സിസ്റ്റർ സെറിന്റെയും നേതൃത്വത്തിൽ തെറാപ്പി സെക്ഷൻ വളരെ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നു. കലാകായിക മത്സരങ്ങൾ കലാകായിക വാസനകളെ കണ്ടെത്തി പരിപോഷിപ്പിക്കുമ്പോൾ അവരുടെ സമഗ്ര വളർച്ചയിലൂടെ മുഖ്യധാരാ പ്രവേശനം സാധ്യമാക്കുന്നു. ഡെയിലി ലിവിംഗ് സ്കിൽ പരിശീലനത്തോടൊപ്പം തന്നെ അവരിലുള്ള കഴിവുകളെ കണ്ടുപിടിച്ച് പ്രത്യേക പരിശീലനം നൽകുന്നു. ഇത് അവരുടെ വ്യക്തിത്വ വളർച്ചയെ ത്വരിതപ്പെടുത്തുന്നു. ഡിസ്ട്രിക്ട് കലോത്സവം, സ്പെഷ്യൽ സ്കൂൾ അസോസിയേഷൻ, വിവിധ കോളേജുകൾ, വിദ്യാഭ്യാസ വകുപ്പ് നടത്തുന്ന സ്റ്റേറ്റ് കലോത്സവം എന്നിവയിൽ പങ്കെടുത്ത് നിരവധി സമ്മാനങ്ങൾ നേടുന്നു. ഡിസ്ട്രിക്ട് കലോത്സവത്തിൽ തുടർച്ചയായ 16ാം വർഷവും ഓവറോൾ ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കി. സ്കൂൾ തലങ്ങളിൽ സ്പോർട്സ്, ഗെയിംസ് എന്നിവയിൽ പരിശീലനം കൊടുക്കുന്നു. ഡിസ്ട്രിക്ട്, സ്റ്റേറ്റ് ലെവൽ പങ്കെടുത്ത് രാജസ്ഥാൻ, ജയ്പൂർ, ഡൽഹി, ഉത്തർപ്രദേശ്, ബോംബെ, ഹൈദരാബാദ്, ആന്ധ്ര, ജാർഖണ്ഡ്, ഒറീസ, കർണാടക, ജംഷഡ്പൂർ എന്നിവിടങ്ങളിൽ വച്ച് നടത്തിയ ഹാൻഡ്ബോൾ, വോളിബോൾ, ബാസ്കറ്റ്ബോൾ, പവർ ലിഫ്റ്റിംഗ്, സൈക്ലിംഗ്, ഫുട്ബോൾ, ക്രിക്കറ്റ്, അത്ലറ്റിക്സ് എന്നിവയിൽ നാഷണൽ തലത്തിൽ വിവിധ മെഡലുകൾ കരസ്ഥമാക്കി. 2013-14 ഓസ്ട്രേലിയയിൽ വെച്ച് നടത്തിയ ഏഷ്യ പസഫിക് സ്പെഷ്യൽ ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി സ്വർണ്ണ മെഡലും റിലേയിൽ വെള്ളി മെഡലും കുമാരി ലീന മോൾ കരസ്ഥമാക്കി. 2016-17 ബംഗ്ലാദേശിൽ ധാക്കയിൽ വെച്ച് നടത്തിയ ഇന്റർനാഷണൽ ക്രിക്കറ്റ് ടൂർണമെന്റിൽ പങ്കെടുത്ത് മൈക്കിൾ എബ്രഹാം വെള്ളി മെഡൽ നേടി. 2018-19 അബുദാബിയിൽ വെച്ച് നടത്തിയ സ്പെഷ്യൽ ഒളിമ്പിക്സിൽ സൈക്ലിംഗിൽ മയോളി മാത്യു 5ാം സ്ഥാനവും 2023-24 ജൂൺ 17 മുതൽ 24 വരെ ജർമ്മനിയിൽ ബെർലിനിൽ വെച്ച് നടന്ന സ്പെഷ്യൽ ഒളിമ്പിക്സിൽ ബീച്ച് വോളിയിൽ കുമാരി ബ്ലസ്സി ബിജു വെങ്കല മെഡലും ബാസ്കറ്റ് ബോളിൽ മെറിൻ വിൽസൺ 5ാം സ്ഥാനവും നേടിയത് MJ ബദനി ശാന്തി ഭവന്റെ ചരിത്രത്തിൽ സുവർണ ലിപികളിൽ എഴുതപ്പെടുന്നു. നേട്ടങ്ങൾ കൊയ്യുവാൻ സമയം കണ്ടെത്തി പരിശീലനം കൊടുത്ത സെന്റ് ജോൺസ് ഇരുപേരൂർ സ്കൂളിലെ കായിക അധ്യാപകൻ ശ്രീ അനീഷ്, ശ്രീ ഹാരി എന്നിവരോടും സ്കൂളിലെ കായിക അധ്യാപകൻ ശ്രീ ഡൊമിനിക്കിനോടുമുള്ള കടപ്പാട് നിസ്സീമമാണ്. വൊക്കേഷണൽ ട്രെയിനിങ് 18 വയസ്സ് പൂർത്തിയായവർക്ക് സ്വന്തമായി ജീവിക്കുന്നതിന് അവരെ പ്രാപ്തരാക്കുന്നതിനു വേണ്ടി RPWD ആക്ട് പ്രകാരം വൊക്കേഷണൽ ട്രെയിനിങ് സെന്ററായി രജിസ്റ്റർ ചെയ്ത് കുട്ടികളുടെ അഭിരുചിക്ക് അനുസൃതമായി പച്ചക്കറിത്തോട്ടം, ഫാം ഏരിയ ട്രെയിനിങ്, തയ്യൽ, കമ്പ്യൂട്ടർ, മെഴുകുതിരി നിർമ്മാണം, ഹാൻഡിക്രാഫ്റ്റ് ഐറ്റംസ്, ബോട്ടിൽ ആർട്ട്, ഗാർഡനിങ്, കമ്പോസ്റ്റ്, ജപമാല, ആദ്യ കുർബാന ബൊക്കെ എന്നിവയിൽ ട്രെയിനിങ് നൽകുന്നു. തുടർച്ചയായ പരിശീലനത്തിന്റെ ഭാഗമായി സ്വന്തമായി വരുമാനം നേടുന്നവരുമുണ്ട്. 2018-19 സ്ഥാപനാധിഷ്ഠിത കൃഷിയിൽ ലഭിച്ച സംസ്ഥാന അവാർഡ് ബഥനി ശാന്തിഭവന് ഒരു സ്വർണ്ണ തൂവൽ കൂടി ചാർത്തി നൽകി. കുട്ടികൾക്ക് കൃഷിയിൽ പ്രത്യേക ട്രെയിനിങ് നൽകിയ തെള്ളിയൂർ കൃഷി വിജ്ഞാന കേന്ദ്രത്തെയും കല്ലൂപ്പാറ കൃഷിഭവൻ സാരഥികളെയും നന്ദിയോടെ ഓർക്കുന്നു. എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, സ്പോർട്സ്, ആർട്സ് എന്നീ പരിശീലനം കൂടാതെ തബല, ഓർഗൻ, ചെണ്ട എന്നീ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സിലും ബാൻഡ് സെറ്റ്, യോഗ, ഡാൻസ് എന്നിവയിലും പരിശീലനം കൊടുക്കുന്നു. പള്ളിപ്പെരുന്നാളുകൾ, ഡിസ്ട്രിക്ട് പ്രോഗ്രാം എന്നിവയിൽ ബാൻഡ് സെറ്റുമായി പങ്കെടുക്കുന്നു. മാനസിക ഉല്ലാസവും ആഘോഷങ്ങളും കുട്ടികളുടെ മാനസിക ഉല്ലാസത്തിനായി വീഗാലാൻഡ്, ഹാപ്പി ലാൻഡ്, സിൽവർ സ്റ്റോം, ഡ്രീം വേൾഡ് തുടങ്ങിയ വാട്ടർ തീം പാർക്കുകളിലും ബീച്ച്, സൂ എന്നീ വിനോദസഞ്ചാര ഇടങ്ങളിലേക്കും വർഷത്തിലൊരിക്കൽ പോകുന്നു. സ്കൂൾ പ്രവേശനം, പരിസ്ഥിതി ദിനം, സ്വാതന്ത്ര്യദിനം, ഓണാഘോഷം, അധ്യാപക ദിനം, ശിശുദിനം, ഗാന്ധി ജയന്തി, ക്രിസ്തുമസ്, വേൾഡ് ഡിസബിലിറ്റി ഡേ, കുട്ടികളുടെ ജന്മദിനം, പേട്രൻസ് ഡേ എന്നിവ സമുചിതമായി ആഘോഷിക്കുന്നു. ജൂബിലി വർഷ പരിപാടികൾ നാളിതുവരെ മലമുകളിലെ പട്ടണം പോലെ ശോഭിക്കുവാനും അനേകർക്ക് വെളിച്ചം പകരുവാൻ തക്കവണ്ണം വഴി നടത്തിയ സർവശക്തനായ ദൈവത്തിന് നന്ദി. കരുതലിന്റെ കരം നീട്ടിത്തന്ന മദർ പ്രൊവിൻഷ്യൽ ടീം അംഗങ്ങൾ, സാമീപ്യം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും സഹായ സഹകരണങ്ങൾ കൊണ്ടും ശക്തിപ്പെടുത്തിയ അഭിവന്യ പിതാക്കന്മാർ, വൈദികർ, സിസ്റ്റേഴ്സ്, ജനപ്രതിനിധികൾ, വിവിധ ഇടവകൾ, സ്കൂൾ, കോളേജ് എന്നിവിടങ്ങളിൽ നിന്നുമുള്ളവർ, അധ്യാപകർ, അനധ്യാപകർ, അഭ്യുദയകാംക്ഷികൾ, നല്ലവരായ നാട്ടുകാർ എല്ലാവർക്കും നന്ദിയുടെ നറുമലരുകൾ. വരും നാളുകളിലും അനേകം മക്കൾക്ക് താങ്ങാകുവാൻ, തണലേകുവാൻ ദൈവം ഇടയാക്കട്ടെ.